തിരോധാന കേസിൽ പ്രതിയായ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ നിർണായക വെളിപ്പെടുത്തൽ 24-നോട്. കേസിൽ ആദ്യം കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരറിയാം എന്ന് സെബാസ്റ്റ്യന്റെ ഭാര്യ പറഞ്ഞു. ബിന്ദുവിന്റെ ഒഴികെയുള്ള പേരുകൾ സെബാസ്റ്റ്യൻ പറഞ്ഞു കേട്ടിട്ടില്ല. ബിന്ദുവിന്റെ പേര് എറണാകുളത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ട് കേട്ടതാണ്. ഇവർ ആരുമായും സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി പറഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ മോശം പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഭാര്യ 24-നോട് പറഞ്ഞു. ചേച്ചി, എന്നാണ് സെബാസ്റ്റ്യനുമായുള്ള വിവാഹം നടന്നത്? 2008. ഈ സെബാസ്റ്റ്യൻ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നത് പോലെയുള്ളൊരു ആളാണോ? കുടുംബത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നോടും കുഞ്ഞിനോടും എല്ലാവരോടും. ഈ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. പുള്ളി നല്ല കൂളായിട്ടാണ് എപ്പോഴും നടക്കുന്നു എടുക്കുന്നു. 2008 മുതൽ ചേച്ചിക്ക് അറിയാം, ചേച്ചിയോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഈ കാലയളവിലാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ആ രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് എന്താണ് കൂടുതലായി പറയാനുള്ളത് സെബാസ്റ്റ്യനെ കുറിച്ച്? സെബാസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്, സെബാസ്റ്റ്യൻ ഒരു സാധുവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് അങ്ങനെയായിരുന്നു ഇത്രയും കാലം. ഇനി പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ആൾക്ക് ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാലാണെങ്കിൽ പഴുത്തെപ്പോഴും ചെയ്യാതെ ഇൻഫെക്ഷൻ ആകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഷുഗർ താന്ന് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഇതിന് പോകുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവര് ഇങ്ങനെ പറയുന്നത് നമ്മളത് വിശ്വസിച്ചിട്ടില്ല ഞാനിപ്പോഴും. ഇനി എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ചേച്ചി, ഈ പറഞ്ഞ ജൈനമ്മ, ഐഷ, സിന്ധു, ഇവരെയൊക്കെ ബിന്ദു, ഇവരെയൊക്കെ ചേച്ചിയുടെ അറിയോ? പേര് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ബിന്ദുവിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരുടെ ആരുടെയും പേര് ഞാൻ കേട്ടിട്ടില്ല. ബിന്ദുവിന്റെ പേര് എങ്ങനെയാ കേട്ടത്? ബിന്ദുവിന്റെ പേര് കേട്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കെട്ടിച്ചെല്ലുമ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ എറണാകുളത്ത് ബിന്ദുവിനോട് മേടിച്ച ഒരു വസ്തുവാണെന്നാണ് എന്നോട് പറഞ്ഞു തന്നത്. പിന്നെ ഈ കേസ് വന്നപ്പോൾ നമ്മൾ ബിന്ദു പത്മനാഭന്റെ ഇത് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റി. അതല്ലാതെ ബാക്കിയുള്ള പേരുകളൊന്നും സെബാസ്റ്റ്യൻ പറയുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി? ഇല്ല. ഈ പോലീസ് ചേച്ചിയുടെ അടുത്ത് എന്തെങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നാ പറഞ്ഞിട്ടുണ്ടോന്ന്? അന്വേഷണത്തിനുമായി മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് എടുത്തായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് വിളിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ക്രൈംബ്രാഞ്ചിലേക്ക്. ചേച്ചി, മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ആരെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടോ? എനിക്കോ? ഇല്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ സ്വർണവുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പറയാൻ? അറിയത്തില്ല, ഒന്നും എനിക്കറിയത്തില്ല. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് സെബാസ്റ്റ്യൻ? സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് പുള്ളിക്ക്. അല്ലാതെ എപ്പോഴും പൈസ ഇങ്ങനെ ഉള്ള ഒരാളല്ല. ഇപ്പം വളരെ സാമ്പത്തികമായിട്ട് ഞങ്ങളും ബുദ്ധിമുട്ടില്ല. വലിയ തുകയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. വെറുതെ പറയുന്നതായിരിക്കും, അത് എനിക്കറിയില്ല. എന്താണ് ശരിക്കും സെബാസ്റ്റ്യന് ജോലി ഉണ്ടായിരുന്നത്? സെബാസ്റ്റ്യന്റെ ജോലി വസ്തുവിന്റെ ഇടപാടാ, ബിസിനസ്സാ. റാഫി കരീം വിവരങ്ങൾ നൽകും ചേർത്തലയിൽ നിന്ന്. റാഫി, ഈ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ ഈ മൊഴി അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ. ഇവരെ നേരത്തെ ക്രൈംബ്രാഞ്ച് കോട്ടയം ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്യാനെന്ന്, മൊഴിയെടുക്കാനെന്ന് വിവരങ്ങൾ വന്നിരുന്നു. ഏതാണ്ട് വളരെ ദീർഘമായി റാഫി അവരുമായി സംസാരിച്ചല്ലോ. എന്താണ് അവർ സെബാസ്റ്റ്യനെ പറ്റിയും ഈ കേസിനെ പറ്റിയും ഒക്കെ പറയുന്നത്? അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും യാതൊരു സൂചനയും ഇല്ല എന്നാണോ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്? അതോ അവരെന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? വിജയകുമാർ, നമ്മൾ ആ സ്ത്രീയുമായി സംസാരിച്ചപ്പോൾ പ്രധാനമായും കുടുംബത്തിൽ സെബാസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആ സ്ത്രീ പങ്കുവച്ചത്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന നിലയിലാണ് നമ്മളോട് പറയുന്നത്. ബിന്ദു പത്മകുമാറിനെ മാത്രം ആ സ്ത്രീ അറിയും എന്നുള്ളതാണ് പറയുന്നത്. അത് സെബാസ്റ്റ്യനിൽ നിന്നാണ് ആ പേര് കേൾക്കുന്നത്. എറണാകുളത്തെ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പേര് കേട്ടത് എന്നുമാണ് സ്ത്രീ പറയുന്നത്. ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെ ഭാര്യ പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത്, ഈ സെബാസ്റ്റ്യൻ ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആളാണ്. ഷുഗർ പേഷ്യന്റ് ആണ്. ഒപ്പം തന്നെ കാലിൽ മുറിവുണ്ട്, അതിന് ഇൻഫെക്ഷൻ ആവുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ കുടുംബത്തിലെല്ലാം വളരെ മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെയും കുടുംബത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആരുമായി മറ്റു പ്രശ്നങ്ങളുള്ളതായി ഇതുവരെയും പറഞ്ഞിട്ടുമില്ല എന്നാണ് പറയുന്നത്. ഒപ്പം ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള
ചോദ്യത്തിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരാളാണ് സെബാസ്റ്റ്യൻ. ബാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബാങ്ക് ബാലൻസിന്റെ വിവരങ്ങൾ അറിയില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഒപ്പം ഈ ജൈനമ്മയുടെ സ്വർണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ 2008 ഇവരുടെ വിവാഹം കഴിയുന്നത്. അതായത് 17 വർഷം മുൻപ് വിവാഹം കഴിയുന്നു. ഈ 17 വർഷവും ഒപ്പം ജീവിക്കുമ്പോൾ സെബാസ്റ്റ്യന് ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ ഉള്ളതായി ഇവർക്ക് അറിയില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവം സെബാസ്റ്റ്യൻ പ്രകടിപ്പിച്ചതായും ഇവർ അറിയില്ല എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അതായത് നിർണായകമായ അന്വേഷണത്തിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. സെബാസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇനിയുള്ള 2 ദിവസത്തിനുള്ളിൽ ഇത് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചുള്ള ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം അടുത്ത ദിവസങ്ങളിൽ കടക്കുമെന്നാണ് അറിയുന്നത്. അതിനു മുൻപാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയെ വീണ്ടും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കാൻ വിളിച്ചു വരുന്നത്. ഒപ്പം സെബാസ്റ്റ്യനോടൊപ്പം ഇരുത്തിക്കൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നതും അന്വേഷണ സംഘത്തിന്റെ ആലോചനയിലുണ്ട്. ഇത്തരം നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപാണ് 24 ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ. ശരി റാഫി, എന്തായാലും അവരുടെ വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി പോലീസ് ക്രൈംബ്രാഞ്ച് അവരെ വിളിപ്പിച്ചിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്യുന്നതിന്. ആ ഘട്ടത്തിൽ എന്ത് നിലപാടെടുക്കും എന്നൊക്കെ അറിയേണ്ടതുണ്ട്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് ചേർത്തലയിൽ നിന്ന്.